വെൽക്കം ഓൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് വയർമാൻ ലൈസൻസിന് ട്രൈ ചെയ്യുന്നവരുടെ സഹായത്തിനുള്ള വീഡിയോകളാണ്. അതിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ കുറച്ച് സിലബസ് പ്രകാരം നോക്കിയെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, നമ്മൾ സിലബസ് പ്രകാരം ഇൻസ്പെക്ടറേറ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആണ് അതിൻ്റെ ആൻസറുമാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പേജിൽ നമുക്ക് എങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത്, മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ തന്നെ വെച്ചാണ് ചോദിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷ് മാത്രം, പക്ഷെ അത് മലയാളത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ കേരള ഈസ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്മിഷൻ വോൾട്ടേജ്, പ്രസരണ വോൾട്ടേജ് എത്രയാണ്? KCBയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് 220 kV ഉണ്ട്, 400 kV ഉണ്ട്, 440 kV ഉണ്ട്, 110 kV ഉണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ട് വരുന്നത് 400 ആണോ 440 ആണോ എന്നാണ്. കൂടുതൽ പേർക്കും ഒരു സംശയം ഉണ്ടാവാറുണ്ട്. 110, അതായത് നമ്മൾ കണ്ടിട്ടുള്ളത് 11, 33, 66, 110, 220, അങ്ങനെയാണെങ്കിൽ 440 അല്ലെ? കാര്യം എല്ലാം 11ന്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആണ്. അവിടെ തെറ്റുപറ്റി പോകുന്നുണ്ട്. 220 കഴിഞ്ഞാൽ പിന്നെ 400 ഉള്ളൂ, 440 ഇല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 400 കിലോ വോൾട്ട്. നമ്മുടെ പാലക്കാട് കഞ്ചിക്കോടാണ് ഇപ്പൊ നിലവിലുള്ളത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് അവർ എക്യുപ്മെന്റ്സ് ഫ്രം ലൈറ്റ്നിങ്? നമ്മുടെ വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളെ ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ നോക്കാം. സർജ് അറസ്റ്റർ, MCCB, ELCB or RCCB, MCB. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആദ്യമേ ഉറപ്പിക്കാം, MCCBയും MCBയും അല്ല. പിന്നെ ഉള്ളത് സർജ് അറസ്റ്റർ, ELCB or RCCB. ഇതിലേതാണ് ഒരു ഡൗട്ട് വരുന്നത് അല്ലേ? ഉറപ്പിച്ചോളൂ. സർജ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അറസ്റ്റർ ആണ്. ലൈറ്റ്നിങ് അറസ്റ്റർ എന്നോ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്നോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതുള്ളൂ. ഇത് ELCB or RCCB ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ദ ലോവസ്റ്റ് താരിഫ് ക്ലാസ് ഓഫ് KSEB കൺസ്യൂമർ ഈസ്. KSEB കൺസ്യൂമറിന് കൊടുക്കുന്ന ഏറ്റവും താഴ്ന്ന ക്ലാസ് താരിഫ് ഏതാണ്? അതായത് ഏറ്റവും റേറ്റ് കുറഞ്ഞ താരിഫ് ഏതാണ്? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇൻഡസ്ട്രി, അതായത് വ്യാവസായികം, അഗ്രികൾച്ചർ കൃഷി, ഡൊമസ്റ്റിക് ഗാർഹികം, കൺസ്ട്രക്ഷൻ അതായത് നിർമ്മാണ പ്രവർത്തനം. അപ്പൊ ഇതില് ഇൻഡസ്ട്രിയും കൺസ്ട്രക്ഷനും അല്ല എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഒരു സംശയം വരുന്നത് ഡൊമസ്റ്റിക്കും അഗ്രികൾച്ചറുമാണ്. എന്ത് തന്നെ ആയാലും ആൻസർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അഥവാ കൃഷിയാണ് ഏറ്റവും അധികം ലോവസ്റ്റ് കോസ്റ്റിൽ, ഏറ്റവും കുറഞ്ഞ താരിഫിൽ KSEB സപ്ലൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following tests should be conducted after completing the wiring work of an electrical installation? ഒരു കെട്ടിടത്തിന്റെ വയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി താഴെ തരുന്ന ഓപ്ഷനുകളിൽ ഏതൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് എന്നാണ്. ഓപ്ഷൻ നോക്കാം. എർത്ത് ടെസ്റ്റ്, പൊളാരിറ്റി ടെസ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്, ഓൾ ഓഫ് ദ എബവ്. എർത്തിങ് ചെക്ക് ചെയ്യണമോ, അതേ നമ്മളെ പൊളാരിറ്റികൾ ചെക്ക് ചെയ്യണോ, നമ്മളെ വയറിങ്ങിന്റെ അതിനകത്തുള്ള പൊളാരിറ്റികൾ ചെക്ക് ചെയ്യണമോ, അതോ ഇനി വയറുകൾ തമ്മിലുള്ള ഇൻസുലേഷനുകൾ ചെക്ക് ചെയ്യണമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതോ ഇനി എല്ലാം ഫിറ്റ് ചെയ്യണോ? സംശയിക്കേണ്ട, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഹാസ് ദ ലോവസ്റ്റ് എനർജി കൺസംഷൻ വിത്ത് സെയിം ഇലൂമിനേഷൻ? താഴെ തന്നിരിക്കുന്ന അതിൽ ഏറ്റവും ചെറിയ എനർജി, ഏറ്റവും കുറഞ്ഞ എനർജി കൺസംഷനിലൂടെ നമുക്ക് ഏകദേശം ഒരേ ഇലുമിനേഷനിൽ തന്നെ പവർ തരുന്ന സാധനം ഏത്? അതായത് ഒരേ പ്രകാശത്തിൽ ഏറ്റവും കുറഞ്ഞ പവർ എടുക്കുന്നത് ഏതാണ് എന്നാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. 0 വാട്ട് ലാമ്പ്, LED ലാമ്പ്, ഫ്ലൂറസെന്റ് ട്യൂബ്, CFL. അപ്പോൾ 0 വാട്ട് ലാമ്പാണ്. നമ്മൾ 0 വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ 10 വാട്ടുണ്ട്. ഇപ്പൊ LED ഹാഫ് വാട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും അതിന്റെ വെളിച്ചം അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇനി LED ലാമ്പ് നമുക്കറിയാം, നമുക്കിപ്പം വ്യാപകമായിട്ട് കിട്ടുന്നത് 9 വാട്ട്, 12 വാട്ട്, 15 വാട്ട്, അങ്ങനെ LED ലാമ്പുകളാണ്. നല്ല പ്രകാശം, ഒരു റൂമിനകത്തേക്കൊക്കെ 12 വാട്ടിന്റെ ലൈറ്റ് മതി അല്ലേ? ഇനി ഫ്ലൂറസെന്റ് ട്യൂബ് നമുക്കറിയാം, ഇപ്പൊ വാങ്ങാൻ പോലും കിട്ടുന്നില്ല. 40 വാട്ട് അവിടെ എടുക്കുന്നു. അത് ഇലക്ട്രോണിക് ചോക്ക് ആയപ്പോൾ 36 വാട്ട് എടുക്കുന്നു. ഇനി CFL എന്ന് പറയുമ്പോൾ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പാണ്. നമുക്കറിയാം അപകടകാരിയായ
സാധനമാണ്. പൊട്ടിയാൽ അതിലിരിക്കുന്ന മെർക്കുറിയൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഗവൺമെന്റ് തന്നെ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? നമുക്ക് ഉറപ്പിക്കാം, LED ലാമ്പ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ദ മോട്ടോർ ഈസ് യൂസ്ഡ് ഇൻ മിക്സർ ഗ്രൈൻഡർ? നമ്മുടെ വീട്ടിലെ മിക്സികളിൽ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് മോട്ടറാണെന്നാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ, യൂണിവേഴ്സൽ മോട്ടോർ, ഷേഡഡ് പോൾ മോട്ടോർ. അപ്പോൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് നമ്മുടെ 3 ഫേസിന്റെ അല്ലാതെ പമ്പസിന്റെ മോട്ടോറുകളൊക്കെ ആയിട്ട് ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ അതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നതാണ്. യൂണിവേഴ്സൽ മോട്ടോർ, പിന്നെ ഷേഡഡ് പോൾ മോട്ടോർ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഷേഡഡ് പോൾ മോട്ടോർ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതല്ല, പകരം നമുക്ക് ഒരു സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള ഹൈ സ്പീഡ് മോട്ടോർ ആയതാണ് യൂണിവേഴ്സൽ മോട്ടോർ. അപ്പോൾ ആൻസർ യൂണിവേഴ്സൽ മോട്ടോർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The minimum acceptable value of insulation resistance in a medium voltage insulation. ഒരു നോർമൽ മീഡിയം വോൾട്ടേജ് ഇൻസുലേഷനകത്ത് ഒരു മിനിമം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് നമ്മൾ ആദ്യം നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു വയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം. അതിനകത്തുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എത്രയാണ് മിനിമം, മാക്സിമം അല്ല മിനിമം വരേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 100 ഓം, അതായത് 100 ഓം, 100 മെഗാ ഓം, 1 മെഗാ ഓം, 1 കിലോ ഓം. ഏതായിരിക്കും അല്ലെ? 100 മെഗാ ഓം ആണോ, 1 മെഗാ ഓം ആണോ, 1 കിലോ ഓം ആണോ എന്ന് ഡൗട്ട് ഉണ്ടാവും. എന്തായാലും 100 ഓം അല്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ആൻസർ ഈസ് 1 മെഗാ ഓം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഐറ്റം ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ പവർ ഫാക്ടർ ഇൻ ആൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ? ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, അതൊരു വയറിംഗ് കംപ്ലീറ്റ് ചെയ്തതിനകത്ത് അല്ലെങ്കിൽ ഒരു വയറിംഗ് ഉള്ള ഒരു ഇൻസ്റ്റലേഷനകത്ത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നതിന് താഴെ പറയുന്നതിൽ ഏത് സാധനമാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഓപ്ഷൻ നോക്കാം. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതൊന്നുമല്ല, നൺ ഓഫ് ദ അബവ്. അപ്പോൾ റെസിസ്റ്റർ ആണോ, ഇൻഡക്ടർ ആണോ, കപ്പാസിറ്റർ ആണോ, അതെ ഇതൊന്നും അല്ല, മറ്റെന്തെങ്കിലും ആണോ എന്നാണ് ചോദ്യം. ആൻസർ കപ്പാസിറ്റർ ആണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് ഡ്രൈ സിലിക്ക ജെൽ യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമർ ബ്രീത്തർ ഈസ്? ഒരു ട്രാൻസ്ഫോമറിന്റെ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് റോഡിലൊക്കെ ഇരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ ബ്രീത്തറിനകത്ത് ഇരിക്കുന്ന ഒരു പരല് പോലത്തെ ഉപ്പുകല്ല് പോലത്തെ സാധനം, അത് നമ്മൾ പല കളറുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഡ്രൈ സിലിക്ക ജെല്ലിനകത്ത് നോർമലി സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന അതിന്റെ കളർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. വൈറ്റ്, ബ്ലൂ, വയലറ്റ്, പിങ്ക്. വൈറ്റ് ആണോ, ബ്ലൂ ആണോ, വയലറ്റ് ആണോ, പിങ്ക് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബ്ലൂ ആണ്. ഉറപ്പിക്കാനുള്ളൂ. ബ്ലൂ അറ്റ് ഗുഡ് കണ്ടീഷൻ, നല്ല കണ്ടീഷനായിട്ടുള്ള സാധനം ബ്ലൂ ആണ്. പിന്നെ അത് മോയ്സ്ചർ കൂടി വരുന്ന വെച്ചാൽ അത് വയലറ്റ് ആയി മാറും. വീണ്ടും അത് അതിനകത്ത് മോയ്സ്ചറിനെ അബ്സോർവ് ചെയ്യുന്നതനുസരിച്ച് അത് പിങ്ക് ആയിട്ട് മാറും. പിങ്ക് ആകുമ്പോൾ സൂക്ഷിക്കണം, അത് മാറ്റണം. പിന്നെ അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും നമ്മൾ ഒന്നുകിൽ മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ ചൂടാക്കി വീണ്ടും പഴയതുപോലെ ബ്ലൂ ആക്കി ഉപയോഗിക്കുകയോ ചെയ്യണം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. In which equipment would get electric shock after switch off? സ്വിച്ച് ഓഫ് ചെയ്താലും ഷോക്ക് കിട്ടാൻ സാധ്യതയുള്ള സാധനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ, കമ്പ്യൂട്ടർ, ഹീറ്റർ, റെസിസ്റ്റർ. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്താലും ഷോക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കപ്പാസിറ്റർ ആണോ, കമ്പ്യൂട്ടർ ആണോ, ഹീറ്റർ ആണോ, റെസിസ്റ്റർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ കടയിൽ നിന്ന് വാങ്ങിയാലും പുതിയൊരു കപ്പാസിറ്റർ കൈ കിട്ടിയാലും ആദ്യം നമ്മൾ അതിന്റെ 2 എൻഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് തമ്മിൽ തട്ടാതെ അതിൽ പിടിക്കാതെ ചെയ്ത് മാറ്റണം. മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് സപ്ലൈ ഉള്ളത് ചാർജ് ചെയ്ത് നിൽക്കുന്ന ഡിസ്ചാർജ് ആക്കാൻ പറ്റുള്ളൂ. പാർട്ട് 2 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പാർട്ട് 3 ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഏറെക്കുറെ ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.